Other than lighting and heating, the major use of electric energy is made by converting it back to the mechanical form. അതായത് മെക്കാനിക്കൽ എനർജി വഴിയാണ് നമ്മൾ ശരിക്കും ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നേരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി ശരിക്കും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇൻഡസ്ട്രീസിലും അതേപോലെ നമ്മുടെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസിലും. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിങ്ങും യൂസ് ചെയ്യലുണ്ട്. എന്നാലും മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരമാവധി ഇലക്ട്രിക്കൽ എനർജി ഉപയോഗപ്പെടുത്തുന്നത്. വേറെ ഇതിന് നമ്മളെ സഹായിക്കുന്ന മെഷീൻസ് ആണ് ഇലക്ട്രിക്കൽ മെഷീൻസ് എന്നറിയപ്പെടുന്നത്. ഇലക്ട്രിക്കൽ മെഷീൻസ് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്റ്റാറ്റിക് മെഷീൻസ് ആൻഡ് ഡൈനാമിക് മെഷീൻസ്. സ്റ്റാറ്റിക് മെഷീൻ എക്സാമ്പിളാണ് ട്രാൻസ്ഫോമർ. അതായത് മൂവിങ് പാർട്സ് ഒന്നും ഇല്ലാത്ത മെഷീനാണ് ഒരു ട്രാൻസ്ഫോമർ. ഡൈനാമിക് മെഷീൻസിന് എക്സാമ്പിൾ ജനറേറ്റേഴ്സ് ആൻഡ് മോട്ടോഴ്സ്. ഇത് മൂവിങ് പാർട്സ് ഉള്ള ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ് ഡൈനാമിക് മെഷീൻസ്. A transformer is a static device that transforms electrical energy from one AC voltage to another. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ സി വോൾട്ടേജിലാണ്. ഈ എ സി വോൾട്ടേജിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വേറൊരു എ സി വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ്. അങ്ങനെ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ലോസസ്, ഇലക്ട്രിക്കൽ എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അന്നേരം അതിന് നമ്മളെ സഹായിക്കുന്ന മെഷീനാണ് ഒരു ട്രാൻസ്ഫോമർ. അതായത് ഇലക്ട്രിക്കൽ എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 33 കിലോ വോൾട്ടിലാണെങ്കിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്നത് 765 കിലോ വോൾട്ട് പോലുള്ള വെരി ഹൈ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്. അങ്ങനെ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജീൻ്റെ ലോസ് പരമാവധി കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അതായത് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ്, പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്റ്റേജ്, പിന്നെ നമ്മുടെ വീടുകളിലേക്കും ഇൻഡസ്ട്രീസിലേക്കും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റേജുകളാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ 11 കിലോ വോൾട്ട്, 13 കിലോ വോൾട്ട് തുടങ്ങിയ വോൾട്ടേജുകളിലാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നേരം അതിനെ നമ്മൾ 220 അല്ലെങ്കിൽ 500 കിലോ വോൾട്ട് പോലുള്ള ഹൈ വോൾട്ടേജിലേക്ക് ഒരു ട്രാൻസ്ഫോമറിൻ്റെ സഹായത്താൽ കൺവേർട്ട് ചെയ്യുന്നു. ഇനി അതിനെ പിന്നെ നമ്മുടെ വീടുകളുടെ അടുത്തേക്ക് എത്തുമ്പം വീണ്ടും അതിനെ ആ വോൾട്ടേജിനെ ചെറിയ വോൾട്ടേജാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ചെറിയ വോൾട്ടേജിൽ നിന്ന് ഹൈ വോൾട്ടേജാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജസ് ആർ അസോസിയേറ്റഡ് വിത്ത് ലോ കറൻറ്റ്സ്. ഹൈ വോൾട്ടേജ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ചെറിയ കറണ്ടാണ് ഉണ്ടാവുക. ചെറിയ കറണ്ട് ഉണ്ടെങ്കിൽ ലോസസ് പരമാവധി കുറയും. High voltages are associated with the low currents and reduced transmission losses. Geographically close to the use points, the electrical power is transformed back to safe low utility voltages. അതായത് ഇങ്ങനെ നമ്മൾ ഹൈ വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്ത എ സി വോൾട്ടേജ് നമ്മുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന നമ്മൾ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ 400 അല്ലെങ്കിൽ 230 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. 400 വോൾട്ട് 3 ഫേസ് ലൈൻ വോൾട്ടേജ് ആണ്. അതേപോലെ 230 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഫേസ് എ സി സപ്ലൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. A transformer consists basically of two coils. അതായത് ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ നമ്മൾ 2 കോയിലാണ് കാണുക, ഒരു പ്രൈമറി ഒരു സെക്കൻഡറി. ഇനി ഒരു 3 ഫേസ് ട്രാൻസ്ഫോമറിൽ നമ്മൾ 3 ഫേസിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 പെയർ ഓഫ് കോയിൽസ് കാണും. അതായത് RYB എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ 3 ഫേസ് സൂചിപ്പിക്കുന്നത്. അന്നേരം ഓരോ ഫേസിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 കോയിൽസ് ഒരു 3 ഫേസ് ട്രാൻസ്ഫോമറിൽ നമുക്ക് കാണാൻ കഴിയും.
All electrical machines, including transformers, use the medium of magnetic field for energy conversion and transfer. ഏത് ഇലക്ട്രിക്കൽ മെഷീൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വഴിയാണ് ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ മെഷീൻസിനെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിസിറ്റിയും തമ്മിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു അനാലിസിസ് ആണ് ഓരോ ഇലക്ട്രിക്കൽ മെഷീനെ പറ്റിയും നമ്മൾ സ്റ്റഡി ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ട്. ആ മാഗ്നറ്റിക് സർക്യൂട്ടിലേക്ക് നമ്മൾ ഒരു കോപ്പർ ടേൺസ് വഴി നമ്മൾ കുറച്ച് കറണ്ട് അതിലേക്ക് നമ്മൾ കടത്തിവിടുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. നമ്മളിവിടെ ശരിക്കും ഇതിനെ നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ടായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് നമ്മളിവിടെ കൊടുക്കുന്ന കറണ്ട് ശരിക്കും ഒരു വോൾട്ടേജ് സോഴ്സ് പോലെയാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ശരിക്കും കറണ്ടിനെ പോലെയാണ്. അതേപോലെ ഈ മാഗ്നറ്റിക് സർക്യൂട്ടിന് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഈ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് റിലക്റ്റൻസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ചുറ്റിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫീൽഡ് വൈൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വൈൻഡിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോമെക്കാനിക്കൽ എനർജി കൺവേർഷൻ. നേരെ ഒരു ട്രാൻസ്ഫോമറിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഒരു മോട്ടറിൽ സംഭവിക്കുന്നത് ഇലക്ട്രിസിറ്റി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെ ലോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ ലോഡാണ്. Electromechanical energy conversion takes place whenever a change in flux is associated with mechanical motion. ഇവിടെ ശരിക്കും പറയുന്നത് ഒരു ജനറേറ്ററിൻ്റെ കേസാണ്. അതായത് ഒരു മെക്കാനിക്കൽ മോഷനാണ് ശരിക്കും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ ഒരു മോട്ടറിൽ സംഭവിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഒരു കണ്ടക്ടറിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടും. ഇതാണ് ശരിക്കും ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി കൺവേർഷനിൽ നമ്മൾ പറയുന്ന ലോ. സ്പീഡ് വോൾട്ടേജ് ഈസ് ജനറേറ്റഡ് ഇൻ എ കോയിൽ വെൻ ദർ ഈസ് എ റിലേറ്റീവ് മൂവ്മെൻറ്റ് ബിറ്റ്വീൻ കോയിൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡും ഒരു കോയിലും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. Alternating EMF is generated if the change in flux linkage of the coil is cyclic. ഒരു കോയിലിൽ ആൾട്ടർനേറ്റ് ആയിട്ട് അത് ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നോർത്ത് പോളും സൗത്ത് പോളും മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് AC വോൾട്ടേജ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു AC വോൾട്ടേജ് ആയിരിക്കും. അന്നേരം അങ്ങനെ കാണണമെങ്കിൽ ഈ ഒരു മെഷീന് ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അന്നേരം ഇവിടെ ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ നോർത്ത് പോൾ സൗത്ത് പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വൈൻഡിങ്സിന് പറയുന്ന പേരാണ് ഫീൽഡ് വൈൻഡിങ്സ്. The field windings, which are the primary source of flux in a machine, therefore arranged to produce cyclic north-south space distribution of poles. A cylindrical structure is a natural choice for such a machine. അതായത് മോട്ടറും ജനറേറ്ററും ഒക്കെ സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് നമുക്ക് കാണാൻ കഴിയുക.
Coils, which are the series of induced EMFs, are several in number and are suitably connected in series or parallel and in star or delta three-phase connection to give the desired voltage and to supply the rated current. This arrangement is called the armature winding. അതായത് ഒരു ജനറേറ്ററിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ കണ്ടക്ടേഴ്സ്, കോപ്പർ കണ്ടക്ടേഴ്സ്, അതിന് പറയുന്ന പേരാണ് ആർമേച്ചർ വൈൻഡിങ്സ്. അന്നേരം ആർമേച്ചർ വൈൻഡിങ്സ് ഒരു സ്ട്രക്ചർ, സാധാരണയായിട്ട് ഒരു ഡി സി മെഷീൻ അല്ലെങ്കിൽ ഒരു ഡി സി മെഷീനിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക ഒരു ആർമേച്ചറാണ് ഇവിടെ റൊട്ടേറ്റിംഗ് പാർട്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം ഇവിടെ ആർമേച്ചർ തന്നെയാണ്. അതായത് കണ്ടക്ടേഴ്സ്, കറണ്ട് ഉണ്ടാകുന്ന ഭാഗം തന്നെയാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന കറണ്ട് ഉണ്ടാകുന്ന പാർട്സ് തന്നെയാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു ഡി സി മെഷീനെ സംബന്ധിച്ചിടത്തോളം അതാണ് സംഭവിക്കുന്നത്. അന്നേരം ആർമേച്ചർ വൈൻഡിങ്സ് പ്ലേസ് ചെയ്യുന്നത് ആർമേച്ചർ കോറിലാണ്. ആർമേച്ചർ കോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ് ആർമേച്ചർ വൈൻഡിങ്സ് നമ്മൾ പ്ലേസ് ചെയ്യുക. When the armature coils carry currents, they produce their own magnetic field, which interacting with the magnetic field of the field winding produces electromagnetic torque, tending to align the two magnetic fields. The armature windings-ൽ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ഈ കറണ്ട് ഫീൽഡ് വൈൻഡിങ്സിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ശരിക്കും ലെൻസസ് ലോ തന്നെയാണ്. ഈ ഒരു ഇൻട്രാക്ഷൻ വഴിയാണ് ശരിക്കും ഒരു ഇലക്ട്രിക്കൽ മെഷീൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്ററിലൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. The field winding and armature winding are appropriately positioned on a common magnetic circuit composed of two parts, the stator and the rotor. The field windingും ആർമേച്ചർ വൈൻഡിങ്ങും ഒരേ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. അതായത് ഫീൽഡ് വൈൻഡിങ് ആണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർമേച്ചർ വൈൻഡിങ്ങിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നേരം ഒരു ഇലക്ട്രിക്കൽ മെഷീൻ, ഒരു റൊട്ടേറ്റിംഗ് ഇലക്ട്രിക്കൽ മെഷീനിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്ററും ഉണ്ടാവും, ഒരു റോട്ടറും ഉണ്ടാവും. സ്റ്റേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനറി പാർട്ടാണ്, റോട്ടർ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അന്നേരം ആർമേച്ചർ വേണോ ഫീൽഡ് വൈൻഡിങ് വേണോ റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് ശരിക്കും ആ മെഷീൻ ഡിസൈൻ ചെയ്യുന്ന ആളാണ് തീരുമാനിക്കുന്നത്. ഒരു ഡി സി മെഷീൻ നോക്കുകയാണെങ്കിൽ അവിടെ റൊട്ടേറ്റിംഗ് പാർട്ട് ആർമേച്ചർ വൈൻഡിങ് ആയിരിക്കും. ഈ ഒരു സിങ്ക്രണസ് ജനറേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആർമേച്ചറാണ് സ്റ്റേഷനറി, ഫീൽഡ് വൈൻഡിങ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. The stator is the annular portion of a cylinder in which rotates a cylindrical rotor, there being an appropriate clearance called air gap between the two. സ്റ്റേറ്റർ സ്റ്റേഷനറി പാർട്ടാണ്. സ്റ്റേഷനറി പാർട്ടിൽ നിന്ന് അല്പം വിട്ടിട്ടുള്ള ഒരു ഭാഗമാണ് റോട്ടർ. ഈ റോട്ടറാണ് റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട്. അന്നേരം റോട്ടറിൻ്റെയും സ്റ്റേറ്ററിൻ്റെ ഇടയിലുള്ള ആ ചെറിയ ഭാഗത്തിനാണ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അന്നേരം റോട്ടറും സ്റ്റേറ്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് സ്റ്റേറ്ററിലും റോട്ടറിലും കൂടി കോമൺ ആയിട്ട് വരുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് യൂസ്ഫുൾ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ യൂസ്ഫുൾ ഫ്ലക്സ് എന്ന് പറയുന്നത് റോട്ടറിനെയും സ്റ്റേറ്ററിനെയും ബന്ധിപ്പിക്കുന്ന കോമൺ ഫ്ലക്സിനെയാണ് യൂസ്ഫുൾ ഫ്ലക്സ് എന്ന് നമ്മൾ പറയാം. ഇനി റോട്ടറിലോ അല്ലെങ്കിൽ സ്റ്റേറ്ററിലോ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലീക്കേജ് ഫ്ലക്സ് പ്രത്യേകിച്ച്
ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യാത്ത ഒരു ഫ്ലക്സാണ്. റൊട്ടേറ്റിംഗ് മെഷീൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് സ്റ്റേറ്ററും കാണാം റോട്ടറും കാണാം. ബോത്ത് ആർ ഇലക്ട്രോ മാഗ്നറ്റ്സ്. അതായത് നമ്മൾ കറണ്ട് എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ്സ് അതായത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു മെഷീനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഈ ഔട്ട്പുട്ട് പവറിനെ നമുക്ക് ഇൻപുട്ട് പവർ മൈനസ് ലോസസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ 1 മൈനസ് ലോസസ് ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100. ഇത് ഒരു മെഷീനിൽ ഉണ്ടാകുന്ന നഷ്ടം, ഊർജ്ജ നഷ്ടത്തിനെയാണ് നമ്മളിവിടെ ലോസസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു മെഷീന് അന്നേരം 100% എഫിഷ്യൻ്റ് അല്ല, അതിൽ കുറച്ച് ലോസസ് ഉണ്ടാവും. The study of losses is essential for design purposes. അതായത് ഒരു മെഷീനിൽ നമുക്ക് അധികം ലോസസ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷനെ അത് ബാധിക്കും. പിന്നെ ഈ ലോസസ് എല്ലാം തന്നെ ഹീറ്റ് എനർജി ആയിട്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോവാം. അന്നേരം ഹീറ്റ് എനർജീനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ഈ മെഷീൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം സ്റ്റഡി ഓഫ് ലോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. The process of energy conversion in rotating machines involves currents, fluxes, and rotation, which causes losses in conductors and ferromagnetic materials, and mechanical losses of rotation. The losses are classified mainly as constant losses and variable losses. Constant losses എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ലോസസിനെയാണ് കോൺസ്റ്റൻറ്റ് ലോസ് പറയുന്നത്. വേരിയബിൾ ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന പല കണ്ടീഷൻസിലും പല രീതിയിലാണ് ലോസസ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ വേരിയബിൾ ലോസസ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് ലോസിന് എക്സാമ്പിളാണ് നോ ലോഡ് കോർ ലോസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ലോസ്. ഇവിടെ മെക്കാനിക്കൽ ലോസ് ഏകദേശം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഒരു മെഷീൻ നമ്മളൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ ആവശ്യമായിട്ട് വരിക. എന്നാൽ അത്തരം കേസിലൊക്കെ മെക്കാനിക്കൽ ലോസിൻ്റെ മേജർ പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻറ്റേജ് ലോസും ഫ്രിക്ഷൻ ലോസും ഒക്കെയാണ്. അതൊക്കെ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇനി കോൺസ്റ്റൻറ്റ് ലോസിന് വേറെ വരുന്ന ഭാഗമാണ് കോർ ലോസ്. കോർ ലോസിൽ ഹിസ്റ്ററിസിസ് ലോസും എഡി കറൻറ്റ് ലോസും ആണുള്ളത്. അതായത് ഒരു മെഷീൻ്റെ അയൺ പാർട്സിൽ സംഭവിക്കുന്ന ലോസുകളാണ് ഈ കോർ ലോസ് അല്ലെങ്കിൽ നോ ലോഡ് കോർ ലോസ് എന്ന് പറയുന്നത്. ഇവിടെ നോ ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ വർക്ക് ചെയ്യുന്ന കറണ്ട് ഇല്ലാത്ത സമയത്തും ഈ കോർ ലോസ് ഒരു മെഷീനിൽ പ്രസൻ്റ് ആണ്. അതായത് ഇവിടെ ഒരു ഉദാഹരണത്തിന് ഒരു മോട്ടർ, ആ മോട്ടർ പ്രത്യേകിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ വർക്ക് ചെയ്യാത്ത സമയത്തും, അതായത് ജസ്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇത് വർക്കും ചെയ്യുന്നില്ല, ഇത്തരം കേസുകളിലൊക്കെ ഉണ്ടാകുന്ന ലോസസിനെയാണ് കോർ ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോ ലോഡ് ലോസ് എന്ന് പറയുന്നത്. ഹിസ്റ്ററിസിസ് ലോസും എഡി കറൻറ്റ് ലോസുമാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി വേരിയബിൾ ലോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ ലോസ് ആണ്. സ്റ്റേറ്റർ കോപ്പർ ലോസ് ഉണ്ട്, റോട്ടർ കോപ്പർ ലോസ് ഉണ്ട്, ബ്രഷ് കോണ്ടാക്റ്റ് ലോസ്. അതായത് നമ്മുടെ ലോഡ് കറണ്ട് ഇപ്പോൾ കൂടുതൽ മെക്കാനിക്കൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പം കൂടുതൽ കറണ്ട് ആ മെഷീൻ വലിക്കും, അങ്ങനെ കൂടുതൽ ലോസസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ലോസസിനാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. Iron losses. This losses consists of hysteresis and eddy current loss caused by the changing flux densities in the iron core of the machine when only the main winding is excited. The core loss is largely confined to the armature of a DC machine, the armature of a synchronous machine, and the stator of the induction machine.
ഒരു ഡി സി മെഷീനിൽ നോക്കുകയാണെങ്കിലും ഒരു സിങ്ക്രണസ് മെഷീനിൽ നോക്കുകയാണെങ്കിലും ഒക്കെ അവിടെ എ സി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഹിസ്റ്റെറിസിസ് ലോസും എഡി കറന്റ് ലോസും ഒക്കെ ഉണ്ടാവും. അതായത് അയൺ കോർ നമ്മുടെ കണ്ടക്ടേഴ്സിലല്ല, ഒരു മെഷീൻ്റെ കണ്ടക്ടേഴ്സിലല്ല, പ്രധാനമായിട്ടും അതിൻ്റെ അയൺ കോറിൽ, അതായത് ഈ വൈൻഡിങ് ചുറ്റിയിരിക്കുന്ന ആ സ്ട്രക്ചറിൽ, അവിടെയാണ് ഈ അയൺ ലോസസ് പ്രധാനമായിട്ട് സംഭവിക്കുക. Eddy current loss is conductive I square R loss produced by circulating currents induced in response to AC flux linkage flowing against the internal resistance of the core. അതായത് എഡി കറന്റ് ലോസും ഹിസ്റ്റെറിസിസ് ലോസും ആണ് അയൺ ലോസിന് ഉദാഹരണമായിട്ട് വരുന്നത്. എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആർമേച്ചർ കുറേ സ്റ്റീൽ ലാമിനേഷൻസ് വഴിയാണ് അടുക്കി വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നിർമ്മിക്കുന്നത് കൊണ്ട് എഡി കറന്റ് റെസിസ്റ്റൻസ് കൂടും. എഡി കറന്റ് റെസിസ്റ്റൻസ് കൂടുന്നത് മൂലം എഡി കറന്റ് കുറയും, അതുമൂലം എഡി കറന്റ് ലോസ് കുറയും. ഇതാണ് ആ ലാമിനേഷൻസ് കാണുന്നത്. കുറേ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് അടുക്കി വെച്ചിട്ടാണ് ഇവിടെ ആർമേച്ചർ കോർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആർമേച്ചർ സ്ലോട്ട്സ് ഉണ്ട്. ഈ ആർമേച്ചർ സ്ലോട്ട്സിലാണ് നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്സ് പ്ലേസ് ചെയ്യുന്നത്. Hysteresis loss is caused by the magnetization and demagnetization of the core. അതായത് ഒരു എ സി കറണ്ട് ഒഴുകുന്ന സമയത്ത് ഒരു അയൺ കോറ് മാഗ്നറ്റൈസ് ചെയ്യുകയും ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്യപ്പെടുന്നുണ്ട്. അന്നേരം അതുമൂലം ഉണ്ടാകുന്ന ലോസാണ് ഹിസ്റ്റെറിസിസ് ലോസ്. അന്നേരം ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്റെറിസിസ് കർവ് അല്ലെങ്കിൽ ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ ഏരിയ വളരെ കുറവുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അന്നേരം അങ്ങനെ ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ ഏരിയ വളരെ കുറവുള്ള മെറ്റീരിയൽസിനാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് സിലിക്കൺ സ്റ്റീൽ. സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റെറിസിസ് ലോസും നമുക്ക് കുറയ്ക്കാൻ കഴിയും. അടുത്തത് കോപ്പർ ലോസ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേരിയബിൾ ലോസ് ആണ്. കറണ്ട് കൂടുന്നതിനനുസരിച്ച് കോപ്പർ ലോസും കൂടിക്കൊണ്ടിരിക്കും. അതിന് എക്സാമ്പിളാണ് സ്റ്റേറ്റർ കോപ്പർ ലോസ്, റോട്ടർ കോപ്പർ ലോസ്, ബ്രഷ് കോണ്ടാക്ട് ലോസ്. ഈ സ്ട്രേ ലോഡ് ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഷീനിൽ സംഭവിക്കുന്ന ലോസസ് ആണ്. പക്ഷേ അത് നമുക്ക് ആക്യുറേറ്റ്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അത്തരം ലോസസിനെയാണ് നമ്മൾ സ്ട്രേ ലോഡ് ലോസ് എന്ന് പറയുന്നത്.